ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന 27 സെൻറ്റ് സ്ഥലമാണ്. അത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്താണ്. അങ്കമാലി നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത്. അങ്കമാലിക്ക് ഒരു 2.5 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. പിന്നെ നാഷണൽ ഹൈവേയിലേക്ക് ഒരു 3 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. MC റോഡിലേക്ക് ഒരു 2 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. എയർപോർട്ടിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് റോട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ 150 മീറ്റർ അങ്കമാലിക്ക് പോകുന്ന റോഡുണ്ട്. അങ്കമാലിക്ക് പോകുന്ന റോഡിൻ്റെ ഒരു സെക്കൻഡ് പ്ലോട്ടായിട്ട് വരും. അതും റോട്ടിൽ നിന്ന് ഒരു 150-100 മീറ്റർ ദൂരെ വരുന്നുള്ളൂ. ശരിക്കും ആക്ച്വലി സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് വരുന്നത്. നല്ലൊരു ഭൂമിയാണ്. കാരണം എന്ന് പറയാൻ ജാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലോട്ടാണ്. 27 സെൻറ്റ് സ്ഥലമുള്ളൂ. നല്ല വീതിയും നല്ല നീളമൊക്കെ ഉള്ള ലെങ്ത്തിലൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയമുണ്ട്. അതൊരു കുറച്ച് മുമ്പോട്ട് പണിതിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ എൻഗേജ്മെൻറ്റിന് എല്ലാ റൂംസും എൻഗേജഡാണ്. അപ്പോൾ ഇത് എയർപോർട്ടിനോടതിന് ബന്ധപ്പെട്ട ഇതായതുകൊണ്ട് നമുക്ക് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റോ എന്ത് പണിതാലും പണിയാൻ പറ്റുന്നൊരു ഏരിയയാണ് അല്ലാതെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രീമിയം ടൈപ്പുള്ള വില്ലകൾ പണിതാലും നന്നായിട്ട് പോകുന്നൊരു ഏരിയയാണ്. കാരണം എന്ന് പറയുന്നത് സിറ്റുവേഷൻ ചുറ്റുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ വളരെ നല്ല പാർട്ടികളാണ്. നല്ല റെപ്യൂട്ടഡ് ഫാമിലീസാണ് താമസിക്കുന്നത് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വില ഇവിടെ ഏകദേശം ഒരു 6 ലക്ഷം രൂപ സെൻറ്റിന് വില വരുന്നുണ്ട്. പക്ഷേ പുള്ളി പറയുന്നത് 4.25 ലക്ഷം പുള്ളി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതും പുള്ളിക്ക് പൈസയ്ക്കൊരു എന്തോ ഒരു അത്യാവശ്യമുണ്ട്. അതും അധികം ഡീല് നീണ്ടു പോകാൻ പറ്റില്ല. ഒരു 3 മാസം കാലാവധിക്കാണ് പുള്ളി കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് വില കുറച്ച് കൊടുക്കുന്നത്. അതിന് മേലെ പോകുകയാണെങ്കിൽ പുള്ളി വില നിൽക്കില്ല. അപ്പോൾ 4.25 കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊരു നെഗോഷിയേഷൻസ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ എയർപോർട്ട് സിറ്റിയിലേക്ക് 100 കിലോമീറ്റർ കഷ്ടിച്ചുള്ളൂ. പിന്നെ അവിടെ തന്നെ കണക്റ്റിംഗ് റോഡുകൾ അങ്കമാലിക്ക്, ആലുവ റോഡിലേക്ക്, MC റോഡിലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റോഡ് ആക്സസിന് മെയിനായിട്ട് വൈഡ് റോഡാണ്. ഇതിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡും പിന്നെ അതുപോലെ ആ റോഡ് നേരെ കണക്ട് ചെയ്ത് എയർപോർട്ട് റോഡൊക്കെയാണ്. MC റോഡ് ടു ഹൈവേയിലേക്കുള്ള റോഡാണ് പോകുന്നത്. അതാണ് ആ റോഡിൻ്റെ ഫ്രണ്ടിലാണല്ലോ എയർപോർട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഭൂമിയാണ് അത്. പുള്ളി അത്യാവശ്യം എന്നെ വിളിച്ച് പറഞ്ഞതാണ്. കാരണം പുള്ളി പബ്ലിക് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ചാനൽ കൊടുക്കുമ്പോൾ പുള്ളി കുഴപ്പമില്ലാതെ പറഞ്ഞിട്ട് നമ്മളിത് ചാനലിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കാര്യം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളത് വാങ്ങിക്കാനുള്ള വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് പാർട്ടിയായിട്ട് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു മെയിൻ ഇത് പറയുന്നത് കണ്ടാൽ നല്ല നമുക്ക് പ്ലോട്ട് കണ്ടറിയാം. വളരെ നീളം വീതിയായി ഈക്വലായിട്ട് ബാക്കൊക്കെ നിന്ന് കെട്ടി വളരെ വൃത്തിയാക്കി പുള്ളിച്ചാക്ക കരിങ്കല്ല് കെട്ടി വളരെ ക്ലിയറാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കിടക്കുന്ന ഏരിയ എല്ലാം നല്ല വീടുകളും വലിയ പാർട്ടികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ വെള്ളത്തിൽ യാതൊരു ക്ഷാമം ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ വില്ലാസ് പണിയാനൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 2 കിലോമീറ്റർ ഉള്ളിൽ കോളേജുകൾ, പിന്നെ ടെമ്പിള്, ചർച്ച്, ഹോസ്പിറ്റൽ, അങ്കമാലി ഹോസ്പിറ്റലാണ് വരുന്നത്. പിന്നെ MC റോഡിലേക്ക് ഇപ്പോൾ കാലടി ഭാഗത്ത് ഹോസ്പിറ്റലുണ്ട്. അതൊക്കെ വളരെ അടുത്താണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് എൻ്റെ റോഡ് ആക്സസ്സാണ് വളരെ വയർ റോഡ് ആക്സസ്സാണ്. പിന്നെ നമുക്കിപ്പോൾ പാർട്ടികൾക്കൊക്കെ വില്ലകൾ കൊണ്ടാലും ഈ അപ്പാർട്ട്മെൻറ്റ് പണിയാൻ പറ്റുന്ന പാർട്ടിയാണെങ്കിലും അതിൽ പെട്ടെന്ന് വിറ്റ് പോകാനായിട്ടൊക്കെ വളരെ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നമ്പർ വിളിച്ചേക്കാം. നമുക്ക് പാർട്ടിയായിട്ട് നേരിട്ട് ഡീൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.